Ladies and gentlemen, this is Adesh and welcome to my Conedy. കാസർഗോഡ് എംബസി ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ്. മലയാളം ക്രൈം ത്രില്ലർ സീരീസ് ആണ്. C5 സ്ട്രീം ചെയ്യുന്ന 7 എപ്പിസോഡേ ഉള്ളൂ. 2026 ഏറ്റവും വലിയ സ്കാം എന്താണെന്ന് അറിയോ? അതാണ് കാസർഗോഡ് എംബസി. ഒരു തേങ്ങാപ്പിണ്ണാക്കോ ഒരു ഉണ്ടയില്ലാത്ത ഒരു 7 എപ്പിസോഡിന്റെ സീരീസ് ക്രൈം ത്രില്ലർ ആണ്. ഇത്ര ഏത് ക്രൈം ത്രില്ലർ? എവിടുത്തെ ക്രൈം ത്രില്ലർ? ഇത്രയും വൃത്തികെട്ട ഒരു സീരീസ് മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മലയാളത്തിൽ നിന്ന് ഇന്നേ വരെ ഇറങ്ങിയ ഏത് സീരീസും ഇതിന്റെ മുകളിലായിരിക്കും. വൺ സ്റ്റാർകാസ്റ്റ് ഒക്കെ ഉണ്ട്. ദീപക് പരമോൾ ഉണ്ട്, കബീർ ദുഹാൻ സിംഗ്, അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയില്ല. നമ്മുടെ മാർക്കോലെ കൊടൂര ക്രൂര വില്ലൻ കം ഗൈനക്കോളജിസ്റ്റ് സൈറസ്. അങ്ങേര് ഇതിൽ മറ്റേ ദാവൂദിന്റെ ഡി കമ്പനിയിലെ മെമ്പർ ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ആള്. അങ്ങനെ വൻ കൊടൂര ക്രൂര ക്യാരക്ടറാണ്. പീക്ക് കോമാളി പറ പീക്ക് കോമാളി. ദൊമ്മണ്ണയാ മണ്ണെണ്ണയാ അങ്ങനെ എന്തോ ആണ് പേര്. ശരിക്കൊരു മണ്ണ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. കൊടൂര ക്രൂര വില്ലൻ മറ്റേ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് കെഞ്ചുന്നു, നിങ്ങൾ തിരിച്ചു പോകണം. അയ്യോ, ഒരു സീനും അടുത്തൊരു സീനായിട്ട് ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇങ്ങനെ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാന്റും ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്ലോ മോഷനിൽ പോണു. അടുത്ത സീന് ലുങ്കി എടുത്തിരിക്കുന്നു കറുപ്പ്. എന്റെ പോണ വഴിക്ക് കാക്ക തൂറിയ. എനിക്ക് തോന്നുന്നു ഇതിന്റെ സംവിധായകന് സംവിധാനം പഠിക്കണം. അപ്പൊ ഒരു പ്രൊഡ്യൂസറെ തപ്പി നടന്നു, ഒരു മരമണ്ടനായ പ്രൊഡ്യൂസറിനെ കിട്ടി. എടുത്ത് പണിയ അപരാധമാണ് കാസർഗോഡ് എംബസി. 10 പൈസയ്ക്കുള്ളില്ല. എന്നാ ഉപകാരമുണ്ട്. ഉപകാരം എന്തായാലും ഉണ്ട്. ഉറക്കമില്ലാത്തവരാണോ നിങ്ങൾ? നിങ്ങളെ ഉറക്കാൻ വേണ്ടി ഇറക്കി വിട്ട അപരാധം കം സീരിയൽ, അതാണ് കാസർഗോഡ് എംബസി. ഇതിലും നല്ല ഉറക്ക കുളിക്കുക എവിടെയും കിട്ടില്ല. ഒരു ഡോക്ടറുടെ അടുത്തും പോണ്ട. 20 മിനിറ്റിന്റെ സീരീസ്, ഓരോ എപ്പിസോഡാണ്. 7 എപ്പിസോഡാണുള്ളത്. 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏത് ഉറങ്ങാത്തവനും ഏത് ഇൻസോമേനിയ ഉള്ളവനാണെങ്കിലും ഉറങ്ങിക്കോളും. ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. കാണാൻ തുടങ്ങി 5 മിനിറ്റ് കാണും, അപ്പൊ കിടന്നുറങ്ങും. ഒന്നുമില്ല പറഞ്ഞാ ഈ ചെറിയ പിള്ളേർ ഇതിലും കിടിലൻ ഷോർട്ട് ഫിലിം ഒരു തേങ്ങ അറിയാത്ത പിള്ളേർ എടുത്തു വെക്കും. സോ ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് ഒരു വിമാന അപകടവും പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരൊറ്റ സീൻ കണ്ടു കഴിഞ്ഞാൽ ഈ സീരീസിന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാവും. അവിടുന്നേ ഞാൻ ഉറപ്പിച്ചു സീരിയലാണ്. ഈ സീരിയൽ പറഞ്ഞ വൃത്തികെട്ട സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ കാണില്ല വേണ്ടി ഇരുന്നതാണ്. C5 ഒറിജിനൽസ് ഉണ്ട്. C5 ഡയറക്റ്റായി റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസും, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നുള്ളത് സീരിയലിനേക്കാളും 3rd റേറ്റ് സാധനങ്ങളാണ്. ഇതിലും ഭേദം കുടുംബശ്രീ രോമതിയും ശാരദയൊക്കെ ഇരുന്ന് കാണുന്നതായിരുന്നു. ആൻഡ് ഇതിൽ 2 പിള്ളേരുണ്ട്. ഒന്ന് അബു സലീമും മറ്റേ ചെക്കന്റെ പേര് എനിക്ക് അറിയില്ല. ഇത്രയും വെറുപ്പിച്ച 2 ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ ഇല്ല. അജാതി വെറുപ്പിക്കലായിരുന്നു. ആരെങ്കിലും ഒരു മുഴ തുണി എടുത്തിട്ട് ആ ചെറുക്കന്റെ വായിലൊന്ന് തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നേൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയി. കാസർഗോഡ് സ്ലാങ് ആണ്. പിന്നെ ഒരു വസ്തു മനസ്സിലാവില്ല. മഹിമ നമ്പ്യാരെ വിളിക്കേണ്ടി വരുമോ? ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ കണ്ടു തീർത്തു. ഇത് കണ്ടു തീർക്കാൻ എടുത്ത ഒരു കഷ്ടപ്പാട്, ഞാൻ വല്ല പരീക്ഷ പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കളക്ടർ ആയേനെ. ദീപക് പരമോളിന്റെ ക്യാരക്ടർ അടുത്ത കോമാളി. NBI ഓഫീസറാണ്. ഈ കള്ള പാസ്പോർട്ടും ഈ കബീർ ദുഹാൻ സിംഗിനൊക്കെ പിടിക്കാൻ വന്ന NBI ഓഫീസറാണ്. ഒരു വൃത്തികെട്ട ക്യാരക്ടർ. എന്തോ വലിയ കൊണാണ്ടർ ആണെന്നുള്ളൊരു വിചാരമുള്ള ഒരു അപ്പാട്ടക്കർ ഓഫീസർ. ഈ ടച്ചിങ്സ് ആയിട്ട് ചിക്കൻ കറി പറ്റില്ല അത്ര, എന്നാ അൽഫാം മതിയോ? ഈ കുറെ കോമാളിത്തരം കാണിക്കാനും അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ. ആൻഡ് ദീപക് പരമോളും ആളുടെ സീനിയർ ഓഫീസറും തമ്മിൽ കോൺവെർസേഷൻ ഇംഗ്ലീഷിലാണ്. രണ്ടുപേരും മലയാളികളാണ്. ഇംഗ്ലീഷ് പറയണ കേൾക്കണം. ഇംഗ്ലീഷ് അറിയാത്തവൻ ഇംഗ്ലീഷ് കാണാപ്പാടം പഠിച്ച് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് അവസ്ഥ. ഈ സീരീസിലെ ഏറ്റവും വലിയ കോമഡി അതൊക്കെയായിരുന്നു. അതൊക്കെ കേട്ട ചിരി വരും എന്തായാലും. കണ്ണിക്കണ്ട അണ്ടനും അട്ടക്കോട്ടനും എല്ലാവരും കയറി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസ് ചെയ്യാൻ കാശില്ലാഞ്ഞിട്ട് വഴിയെ പോണവനൊക്കെ കാശ് മേടിപ്പിച്ചിട്ട് അഭിനയിപ്പിച്ചാണ് തോന്നുന്നു. ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉമാ നായരാണ്. ഓരോ എപ്പിസോഡിലും 2 വട്ടം എഴുതി കാണിക്കുന്നുണ്ട്. എന്തിനാണ്? PSC പരീക്ഷയ്ക്ക് ചോദിക്കോ അല്ല അറിയാൻ ചോദിക്കുകയാണ്? അതോ പബ്ലിസിറ്റിക്കാണോ? പബ്ലിസിറ്റിക്ക് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇജാതി ഒരു അപരാധമൊക്കെ എടുത്തു വെക്കുമോ? സോ കാസർഗോഡ് എംബസി ഒരു വൃത്തികെട്ട സീരീസ് ആണ്. ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് 2026 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സീരീസ് കാണിച്ചിട്ട് മനുഷ്യനെ പറ്റിക്കാന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. ഇതിൽ ഉമാ നായർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ കാരണം ഇവ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു 10-100 സെന്റൻസ് ഒക്കെ എഴുതിയിട്ട് അത് എഴുതാൻ തന്നെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും.
എന്താണ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത ഒരു സീരീസ് ആണ്. എല്ലാവരും ബ്ലഡും സ്വെറ്റും ആണ്, ഇവര് ഫാമിലി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇമ്മയ്ക്ക് ആകെ 20 സെക്കൻഡാണ് ഇതിൽ റോൾ ഉള്ളത്. അതായത് 2 ഫോൺ കോൾ. ഈ പാരഗ്രാഫ് എഴുതാൻ 1 മണിക്കൂർ എടുത്തുണ്ടാവും. ഈ പെട്ട തേങ്ങയ്ക്കാണോ ഹാർഡ് വർക്കും സ്വെറ്റും? സോ കാസർഗോഡ് എംബസി സ്ട്രീമിംഗ് ഓൺ ZEE5. ടു മീ പേഴ്സണലി ദിസ് ഇസ് എ ഷിറ്റ്. ഷിറ്റ് പറഞ്ഞ സ്റ്റിങ്കിങ് ഷിറ്റ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് കാസർഗോഡ് എംബസി. ZEE5ന്റെ കാര്യം പിന്നെ പറയണ്ട. ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജിലും അവർ കിടു സീരീസും സിനിമ ഇറക്കി വിടും. മലയാളത്തിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ഗൊമ്മട്ടം, അടുത്ത ഒരു അപരാധം. സോ വേണ്ടവർ കണ്ടു നോക്കുക. കാസർഗോഡ് എംബസി സ്ട്രീമിംഗ് ഓൺ ZEE5. അത് പറയുന്നത് തന്നെ തെറ്റാണ്. യൂഷ്വലി ഞാൻ എപ്പോഴും പറയും വേണ്ടവർ കണ്ടു നോക്കുക. ഏത് അപരാധമാണെങ്കിലും ഇത് നിങ്ങൾ കാണാതിരുന്ന ഒരു 2-2.5 മണിക്കൂർ ലാഭിക്കാം. ആ നേരം വല്ലതും പോയി തിന്ന് കിടന്നുറങ്ങിയ അത്രയും നല്ലത്.